എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. രസപ്രിയരാകും നമ്മളിൽ പലരും. പുളി, കുരുമുളക്, തക്കാളി, ജീരകം, മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ ഉപയോഗിച്ചുണ്ടാക്കുന്ന രസത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. നമുക്കിന്ന് ഒരു രസം ഉണ്ടാക്കാം. അതിനായി ഞാനൊരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചു. അതിലേക്ക് 2 സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. കടുക്, കറിവേപ്പില, മുളക് ഇട്ട് പൊട്ടിച്ചു. അതിലേക്ക് തക്കാളി, വെളുത്തുള്ളി ഇട്ടു. നന്നായി വാട്ടി വേവിച്ചെടുത്തു. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾ, കുരുമുളക്, കായം വറുത്ത് പൊടിച്ചത്, ഉലുവയും വറുത്ത് പൊടിച്ചത് ഇട്ട് നന്നായി ഇളക്കി. കുറച്ച് പുളി ഒഴിച്ചു. കൂടുതൽ പുളി വേണ്ട, തക്കാളിക്ക് പുളിയുള്ളതിനാൽ. പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. അതിലേക്ക് ഉപ്പിട്ടു. നന്നായി തിളച്ച് വന്നതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ടു. മല്ലി ചൂടാക്കി പൊടിച്ചതും ജീരകം ചൂടാക്കി പൊടിച്ചതും ഇട്ടു. ജീരകം ഒരുപാട് ചൂടാക്കണ്ട, പൊടിയാൻ പാകത്തിന് ചൂടാക്കിയെടുത്തു. ഒന്നാം തരം രസം തയ്യാർ. മല്ലിയിലയും ഇട്ടു. രസം ഒന്നുകിൽ ചോറിനൊപ്പം കഴിക്കുകയോ അല്ലെങ്കിൽ സൂപ്പ് പോലെ ആസ്വദിക്കുകയോ ചെയ്യാം. രസത്തിൽ അടങ്ങിയിട്ടുള്ള പുളിയുടെ സത്ത്, മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളുടെ സാന്നിധ്യം രസത്തെ ഏറ്റവും പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. ദഹനം എളുപ്പത്തിലാക്കാനും സഹായിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുമല്ലോ. അഭിപ്രായങ്ങളും രേഖപ്പെടുത്തൂ. നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ വിലപ്പെട്ടതാണ്.